വിജയകുതിപ്പിന്റെ 38 വർഷം പിന്നിട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിസ്വാർത്ഥ സേവനം കൈവരിച്ച് നിലമ്പൂർ ഗുഡ് ഹോപ്പ് സ്കൂൾ മുൻനിരയിൽ. ഇന്ന് തന്നെ ഗുഡ് ഹോപ്പ് സ്കൂൾ സന്ദർശിച്ച് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കുറഞ്ഞ ഫീസിൽ കൂടുതൽ സൗകര്യത്തോടെ നിലമ്പൂർ ഗുഡ് ഹോപ്പ് എന്നും നിങ്ങൾക്കൊപ്പം. ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിലമ്പൂർ. നുണേശനും നുണറായിയും മലയാളം നിഘണ്ടുവിന് പുതിയ 2 വാക്കുകൾ സമ്മാനിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൊതുസമൂഹത്തിലുയരുന്ന 2 പേരുകൾക്ക് പിന്നിൽ കറങ്ങുകയാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യ വെടി പൊട്ടിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 ലക്ഷം വീട് വെച്ചെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന യമണ്ടൻ നുണയാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നുണേശൻ എന്ന് വിശേഷിപ്പിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. തൊട്ടു പിന്നാലെ നുണറായി എന്ന് ഉരുളയ്ക്കുപ്പേരി പോലെ വി.ഡി. സതീശനും മറുപടി നൽകി. മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുക കൂടി ചെയ്തതോടെ രാഷ്ട്രീയ കേരളം മൂക്കത്ത് വിരൽ വെച്ചു. സതീശന്റെ വാക്കുകൾ ഇങ്ങനെ: നുണേശനാണോ നുണറായിയാണോ ഏതാണ് കൂടുതൽ യോജിക്കുന്നതെന്ന് നമുക്ക് കാണാം. താൻ എല്ലാം പഠിച്ചുവെന്ന് പറയുന്ന ആളാണ്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കണം. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നുണേശനെന്ന് ആക്ഷേപിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും പെണ്ണുകേസിൽ പെടുത്തണമെന്ന് ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞത് പോലെയാണിത്. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സംവാദത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് നിയമസഭയായിരുന്നുവെന്നും അവിടെ നിന്ന് ഒളിച്ചോടിയവനാണ് വി.ഡി. സതീശനെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് സംവാദത്തിനെത്താമെന്ന് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കളം നിറഞ്ഞു. മറ്റൊരു കാലത്തുമില്ലാത്ത വിധം പരസ്പരം ചെളിവാരിയെറിയുന്ന നേതാക്കൾ നാടിന് നൽകുന്ന സന്ദേശം എന്താണ്? വിശ്വവിഖ്യാതനായ റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി തന്റെ അമ്മ എന്ന നോവലിലൂടെ റഷ്യൻ വിപ്ലവത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: സഖാക്കളെ, ഇന്നത്തെ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ ചെളിക്കുണ്ടിന് കുറുകെ നമുക്കൊരു പാലം പണിയണം. മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ 1917 ലെനിൻ റഷ്യയിലെ പാലം പണിതു. പിന്നീട് ആ പാലം തകർന്നു എന്നത് മറ്റൊരു ചരിത്രം. ഇവിടെ പിണറായി 10 വർഷം പണിത പാലത്തിന് താഴെ ഇപ്പോഴും ചീഞ്ഞളിഞ്ഞ ജീവിതങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് രാഷ്ട്രീയ സംവാദം സ്വപ്നം കണ്ടവരെ നിരാശരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി സംവാദത്തിന് റെഡിയെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ പിൻവാങ്ങി. സംവാദം ഫേസ്ബുക്കിലൂടെ മാത്രമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. സംവാദത്തിന് വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിച്ചെടുക്കുമെന്നാണ് വി.ഡി. സതീശന്റെ പ്രഖ്യാപനം. ചീഞ്ഞളിഞ്ഞ വാക്കുകളും സംവാദവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പുകോർക്കുമ്പോൾ പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാർ. ആര് ശരി, ആര് തെറ്റ്, ആര് വീഴും, ആര് വാഴും? ഏപ്രിൽ 9 വിധിയെഴുതും. മാർച്ച് 4 കേരളം ഒരു കൂട്ടരോട് പറയും: കടക്ക് പുറത്ത്. പൊളിറ്റിക്കൽ ഡെസ്ക്, നിലമ്പൂർ വിഷൻ, മലപ്പുറം.